+2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കും വെബ് ടെക്നോളജി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് 2015 മുതൽ 2019 വരെയുള്ള വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 ആണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ, HTML ടാഗ്, ആട്രിബ്യൂട്ട്, ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ടുകൾ, ഹെഡിംഗ് ടാഗുകൾ, മാർക്യു, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ, പേജ് ഫോർമാറ്റിംഗ് ടാഗുകൾ, എസ്കേപ്പ് സീക്വൻസ് എന്നിവയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. ഈ ചാപ്റ്ററിൽ പ്രധാനമായും 5 മാർക്കാണ് മാക്സിമം അലോട്ട് ചെയ്തിരിക്കുന്നത്. ചില വർഷത്തിൽ 5 മാർക്ക്, പരമാവധി 5 മാർക്കിന് തന്നെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങൾ, പിക്ക് ദ ഓഡ് വൺ ആവുന്നുണ്ട്, പിന്നെ ആപ്ലിക്കേഷൻ തലത്തിലുള്ള ചോദ്യങ്ങൾ, പിന്നീട് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. പാർട്ട് 1ൽ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. പാർട്ട് 2ൽ ബാക്കിയുള്ള 2019 സേ പരീക്ഷ വരെ ഉള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണ് വെബ് ടെക്നോളജി എന്ന ചാപ്റ്റർ. വളരെ ഗ്രാസ് റൂട്ട് ലെവലിലെ കാര്യങ്ങൾ പറയുക. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. ജൂൺ 2019 സേ പരീക്ഷയ്ക്ക് ചോദ്യമാണ്. സ്റ്റാറ്റിക് വെബ് പേജുകളും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ കണ്ടന്റും ലേഔട്ടും ഫിക്സഡ് ആയിട്ടുള്ള പേജുകളാണ് സ്റ്റാറ്റിക്. ഡേറ്റാബേസ് ഉപയോഗിക്കുന്നില്ല, ക്ലയന്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഈസി ടു ഡെവലപ്പ് എന്നിവയാണ് സ്റ്റാറ്റിക് വെബ് പേജിന്റെ പ്രത്യേകത. ഡൈനാമിക് വെബ് പേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടന്റും ലേഔട്ടും ചേഞ്ച് ചെയ്യുന്നു, ഡേറ്റാബേസ് ഉപയോഗിക്കുന്നു, സർവറിൽ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ക്ലയന്റ് എന്ന വെബ് ബ്രൗസറിൽ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഇതാണ് ഡൈനാമിക് വെബ് പേജിന്റെ പ്രത്യേകത. വെബ് പേജുകൾ രണ്ടുപേരുണ്ട്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. രണ്ടാമത്തെ ചോദ്യം, സപ്പോസ് യു ആർ ബ്രൗസിംഗ് ദ വെബ്സൈറ്റ് www.keralapsc.gov.in. എക്സ്പ്ലെയിൻ ഹൗ DNS റിസോൾവ് ദ IP അഡ്രസ്. ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ DNS എങ്ങനെ IP അഡ്രസ്സിനെ റിസോൾവ് ചെയ്യുന്നു. റിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന URL-നെ IP അഡ്രസ്സിലോട്ട് മാറ്റുന്ന പ്രക്രിയയാണ് നെയിം റെസൊല്യൂഷൻ. അതിൽ 6 സ്റ്റെപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ആദ്യ സ്റ്റെപ്പിൽ വെബ് ബ്രൗസർ ലോക്കൽ മെമ്മറിയിൽ IP അഡ്രസ് സെർച്ച് ചെയ്യുന്നു. രണ്ടാം സ്റ്റെപ്പിൽ സിസ്റ്റം ക്യാച്ചിൽ നോക്കുന്നു. മൂന്നാം സ്റ്റെപ്പിൽ DNS-ന്റെ സർവറിന്റെ ലോക്കൽ ISP നോക്കുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ റൂട്ടിൽ പോയി നോക്കുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ IP അഡ്രസ് കണ്ടെത്തി റിട്ടേൺ ചെയ്യുന്നു. ആറാം സ്റ്റെപ്പിൽ IP അഡ്രസ് ഉപയോഗിച്ച് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നാൽ IP അഡ്രസ് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇങ്ങനെ 6 സ്റ്റെപ്പുകളായിട്ടാണ് DNS നെയിം റെസൊല്യൂഷൻ എന്ന പ്രക്രിയ പൂർത്തിയാക്കുന്നത്. മൂന്നാം ചോദ്യം, റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ്. അത് ജൂൺ 2019 സേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. a+b² = a² + 2ab + b². രണ്ടാം ചോദ്യം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ കോപ്പിറൈറ്റ് എന്ന ഒരു സിംബലും കൊടുത്തിരിക്കുന്നു. ഒന്നാം ചോദ്യം, a+b² = a² + 2ab + b² എന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതണമെങ്കിൽ SUB ടാഗുകളുടെ ഉപയോഗം അറിയാം. SUP എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റ്. ഫോർ എക്സാമ്പിൾ a² എന്ന് എഴുതിയാൽ എയുടെ മുകളിലാണ് 2. സ്വാഭാവികം 2 എന്ന് പറയുന്നത് SUP ഉപയോഗിച്ച് എഴുതുക. എ എന്ന് പറയുന്നത് SUB ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സൂപ്പർ സ്ക്രിപ്റ്റുകളെ എഴുതാൻ വേണ്ടി SUP ടാഗ് ഉപയോഗിക്കുന്നു.
സബ്സ്ക്രിപ്റ്റിനെ എഴുതാൻ വേണ്ടി SUB ഉപയോഗിക്കുന്നു. A സ്ക്വയറിൽ സൂപ്പർ സ്ക്രിപ്റ്റ് 2ഉം സബ്സ്ക്രിപ്റ്റ് Aയുമാണ്. ഇനി B എന്ന് പറയുന്ന ചോദ്യത്തിലോട്ട് വരാം. കോപ്പിറൈറ്റ് സിംബല് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. അവിടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി HTML ഉപയോഗിക്കുന്ന ഒരു എസ്കേപ്പ് സീക്വൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എസ്കേപ്പ് സീക്വൻസ് പഠിച്ചു നോക്കുക. എല്ലാ എസ്കേപ്പ് സീക്വൻസും തുടങ്ങുന്നത് ആംപ്രസന്റിലാണ്. അപ്പൊ ഉത്തരം എന്ന് പറഞ്ഞ ആംപ്രസന്റ് കോപ്പി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. ആംപ്രസന്റ് കോപ്പി എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റിന്റെ സിംബൽ വരുന്നു. ആംപ്രസന്റ് റെഗ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് എന്ന് പറയുന്ന സിംബൽ വരുന്നു. ആംപ്രസന്റ് ആംപ് എന്ന് പറഞ്ഞാൽ ആംപ്രസന്റ് സിംബൽ വരുന്നു. ആംപ്രസന്റ് GT എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ആംപ്രസന്റ് LT എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ. അങ്ങനെ ആ ഒരു എസ്കേപ്പ് സീക്വൻസ് പഠിച്ചാൽ മാത്രമേ ഇത്തരം ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. ആ ടേബിളിനകത്ത് ആംപ്രസന്റ് സ്വാഭാവികമായിട്ടും എസ്കേപ്പ് സീക്വൻസിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ എസ്കേപ്പ് സീക്വൻസിലും ആംപ്രസന്റ് തുടങ്ങുന്നു, സെമി കോണൽ അവസാനിക്കുന്നു. ആംപ്രസന്റ് NBSP സ്പേസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി 4ാമത്തെ ചോദ്യം, കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. അതിന്റെ 2ാം ഭാഗം കമ്പയർ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. 1ാം ഭാഗത്തിലോട്ട് വരാം. സ്റ്റാറ്റിക് ഡൈനാമിക് വെബ് പേജ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക് വെബ് പേജ് കണ്ടന്റ് ഫിക്സഡ് ആണ്, ലേഔട്ട് ഫിക്സഡ് ആയിട്ടുള്ള പേജുകളാണ് സ്റ്റാറ്റിക്. എന്നാൽ ഡൈനാമിക്കിന്റെ പ്രത്യേകത കണ്ടന്റും ലേഔട്ടും ചേഞ്ച് ചെയ്യുന്നു. സ്റ്റാറ്റിക് വെബ് പേജുകൾ ഡേറ്റാബേസ് ഉപയോഗിക്കുന്നില്ല, ഡൈനാമിക് ഡേറ്റാബേസ് ഉപയോഗിക്കുന്നു. സ്റ്റാറ്റിക് വെബ് പേജുകൾ വെബ് ബ്രൗസർ അല്ലെങ്കിൽ ക്ലയന്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഡൈനാമിക് വെബ് പേജുകൾ സർവറിൽ എക്സിക്യൂട്ട് ചെയ്ത ശേഷം റിസൾട്ട് ക്ലയന്റ് പ്രോഗ്രാമായ വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. സ്റ്റാറ്റിക് വെബ് പേജുകൾ ഡെവലപ്പ് ചെയ്യാൻ ഈസിയാണ്, ചെലവ് കുറഞ്ഞ പ്രക്രിയയാണ്. എന്നാൽ ഡൈനാമിക് വെബ് പേജുകൾ ഡെവലപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ പരിജ്ഞാനം ആവശ്യമുണ്ട്, ചെലവേറിയ പ്രക്രിയയാണ്. ഇനി B എന്ന് പറയുന്ന പാർട്ടിലോട്ട് വന്നാൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റും സർവർ സൈഡ് സ്ക്രിപ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. HTML പേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോഗ്രാം കോഡുകളാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് 2 തരം ഉണ്ട്, ക്ലയന്റ് സൈഡും സർവർ സൈഡും. ഡൈനാമിക് കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സർവർ സൈഡ് സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഡേറ്റ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റുകൾ സാധാരണ വെബ് ബ്രൗസറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, എന്നാൽ സർവർ സൈഡ് സ്ക്രിപ്റ്റുകൾ വെബ് ബ്രൗസറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റുകളെ വേണമെങ്കിൽ യൂസറിന് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, എന്നാൽ സർവർ സൈഡ് സ്ക്രിപ്റ്റുകളെ യൂസറിന് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.